ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. തീർച്ചയായും സൗഭാഗ്യവും ഐശ്വര്യവും എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഐശ്വര്യത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുണ്ടാകുമ്പോൾ ഓർക്കുക, അതുപോലും ഒരു പ്രലോഭനമാണ്. പലരും വിചാരിക്കുന്നത് സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളുമാണ് ദൈവത്തിൻ്റെ പ്രലോഭനമെന്ന്. അല്ല, ഐശ്വര്യവും മഹിമയും പേരും ഒക്കെ ഒരു പ്രലോഭനം തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ഐശ്വര്യകാലത്ത് നമ്മുടെ ആത്മബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ജനിച്ചേക്കാം. എളിമ കൈവിട്ടു പോയേക്കാം. പ്രാർത്ഥന ചെയ്തതിൻ്റെ നഷ്ടപ്പെട്ടേക്കാം. എങ്കിൽ ആ സമൃദ്ധി നമുക്കൊരു ശാപം തന്നെയാണ്. ഒന്നോർത്തു നോക്കുക. താബോർ എന്ന മലയിൽ യേശുവും പ്രിയ ശിഷ്യരും കടന്നു വരുന്നുണ്ട്. അതൊരു മഹിമയുടെ മലയാണ്. തേജസ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മലയാണ്. യേശുവിൻ്റെ വസ്ത്രം തൂമഞ്ഞ് പോലെ ശോഭിച്ചു. ചുറ്റും ദൈവികമായൊരു ഇടപെടൽ. അത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, നമുക്കിവിടെ ഒരു കൂടാരമടിച്ച് ജീവിക്കാം. അതേതൊരു ദുർബലൻ്റെ മനുഷ്യൻ്റെയും ആഗ്രഹം തന്നെയാണ്. തേജസ്സിൻ്റെ മഹിമയുടെ ചുറ്റുവട്ടങ്ങളിൽ എന്നും ജീവിക്കാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കില്ലേ? എന്നാൽ യേശു എന്താ ചെയ്തത്? താഴേക്കിറങ്ങിപ്പോന്നു. എല്ലാ കാലത്തേക്കും മഹിമയിൽ ജീവിക്കാനല്ല യേശു ആഗ്രഹിച്ചത്. മനുഷ്യരിലേക്ക് കടന്നു വന്ന് ദൈവപിതാവ് ആഗ്രഹിച്ചത് പൂർത്തിയാക്കാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. സങ്കടത്തോടെ പത്രോസും ശിഷ്യരും ഇറങ്ങുന്നുണ്ട്. എന്നാൽ പത്രോസ് തൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിച്ച മഹത്വത്തിൻ്റെ ഒരു കൂടാരം പണിത് കഴിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട്. യേശു തൻ്റെ സഹനമരണത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒന്നും അവൻ ആഗ്രഹിച്ചില്ല. ഒടുവിൽ അവൻ്റെ ആ മഹിമയെക്കുറിച്ചുള്ള മോഹം ഒരു തീകായാനുള്ള സുഖത്തിൻ്റെ മുമ്പിൽ, ഒരു ദാസന് മുമ്പിൽ പോലും യേശുവിനെ തള്ളിപ്പറയുന്ന ദുരന്തം വരെ എത്തിച്ചു. എന്നാൽ ക്രിസ്തു ആരാ? എല്ലാ സൗഭാഗ്യങ്ങളുടെയും മധ്യയും ദൈവത്തിൻ്റെ നിയോഗം മനസ്സിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോയവനാണ്. അനേകർക്ക് അഞ്ചപ്പം കൊണ്ട് അവരുടെ വിശപ്പ് ശമിപ്പിച്ചപ്പോഴും ആ മഹിമയുടെ മധ്യ അവൻ നിന്നില്ല. ഒരന്ധന് കാഴ്ച നൽകിയിട്ട് അവൻ പറഞ്ഞു, ഇതാരോടും പറയരുതെന്ന്. തീർന്നില്ല. ഒരു ജനം അവനെ രാജാവാക്കാൻ തീരുമാനിച്ചടുത്ത് വന്നപ്പോൾ നിർമ്മമതയോടെ അംഗീകാരം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവൻ. അവൻ സൗഭാഗ്യയുടെ മധ്യ ജീവിക്കാനല്ല ആഗ്രഹിച്ചത്, സഹനത്തിൻ്റെ കാൽവരി മല കയറാനാണ്. അവൻ്റെ ഈ നിർമ്മമതയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ട് മാറേണ്ടത്. പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. കാരണം സൗഭാഗ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, സമൃദ്ധിയുടെ മധ്യ ജീവിക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. പ്രലോഭനം തന്നെയാണ് പണവും സമ്പത്തും ഒക്കെ. അതുകൊണ്ട് ബൈബിൾ ഏറ്റവും കൂടുതൽ താക്കീത് തരുന്നത് ഈ സമൃദ്ധിയെക്കുറിച്ചാണ്. ഓർക്കുക, 38ഓളം ഉപമകളുണ്ട് ബൈബിളിൽ. അതിൽ 16 ഉപമകൾ പോലും സമൃദ്ധിയെക്കുറിച്ച്, ഐശ്വര്യത്തെക്കുറിച്ചുള്ള താക്കീതുകളാണ്. 500ഓളം വചനങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചുണ്ട്. 500ൽ താഴെ വിശ്വാസത്തെക്കുറിച്ചുണ്ട്. എന്നാൽ 2000ഓളം വചനങ്ങൾ പണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രലോഭനത്തെക്കുറിച്ചുണ്ട്. എന്തുകൊണ്ടാണ് വചനം ഇത്രമാത്രം ഗൗരവത്തിൽ ഈ വിഷയം എടുത്തത്? ദൈവത്തിനറിയാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനവും ആഗ്രഹവുമൊക്കെ പണവും സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെയാണെന്ന്. അതിനപ്പുറം ജീവിതത്തിലൊരു ആത്മീയ തലം നമ്മൾ ആർജിച്ചെടുക്കേണ്ടേ? പലപ്പോഴും സമ്പത്ത് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഐശ്വര്യം നിറഞ്ഞു കഴിയുമ്പോൾ ഉള്ളിലെ നന്മകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പുറത്ത് സമൃദ്ധി, ഉള്ളിൽ ദാരിദ്ര്യം. എന്തൊരു ദുരന്തമാണത്! ജീവിതം ആർഭാടപൂർണ്ണമാകുമ്പോൾ ഉള്ളിൽ എല്ലാ നന്മ പോലും നഷ്ടപ്പെടും, ഹൃദയം പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. ഓർക്കുകയാണ്, ധനവാനായൊരു മനുഷ്യൻ നെഞ്ചുവേദന വന്ന് രോഗക്കിടക്കയില്ല. ഡോക്ടർ വന്ന് അവനെ പരിശോധിക്കുന്നുണ്ട്. സ്റ്റെതസ്കോപ്പ് കൊണ്ട് നെഞ്ചിൽ വെച്ചപ്പോൾ ഹൃദയസ്പന്ദനം കേൾക്കാൻ പറ്റണില്ല. ഡോക്ടർ അസ്വസ്ഥനായിട്ട് ചോദിച്ചു, എന്താ നിനക്ക് ഹൃദയമില്ലേ? ചിരിച്ചുകൊണ്ട് ആ ധനവാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് മാറ്റി.
എന്നിട്ട് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് നെഞ്ച് വെച്ചപ്പോൾ ഹൃദയസ്പന്ദനം വന്നു. കാരണം തടസ്സമായിട്ട് നിന്നത് ആ പേഴ്സ, പണമാണ്. പലപ്പോഴും ഒരുപാട് സമ്പന്നരുടെ ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരിനോടുള്ള കരുണ അവർക്കില്ലായ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം അവരുടെ ജീവിതത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നത് സമ്പത്ത സമൃദ്ധിയാണ്. ഒരു ആത്മപരിശോധന നമുക്ക് വേണം. ഐശ്വര്യത്തിൻ്റെ നിറവിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണോ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ലാളിത്യം, നമ്മുടെ ജീവിത മാതൃക? എങ്കിൽ ഈ ഐശ്വര്യം തന്നെ ഒരു ദുരന്തമല്ലേ? ഓർക്കുക, ബൈബിളിൽ ആ ഭോഷനായ ധനവാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അവനൊരു ഐശ്വര്യമുണ്ടായി. അവൻ്റെ വിളഭൂമിയിൽ അവന് അമിതമായ വിളവുണ്ടായി. അത് ശേഖരിക്കുവാൻ അവൻ്റെ പഴയ കളപ്പുര തികയാതെ വന്നപ്പോൾ പുതിയതൊന്ന് തീരുമാനിച്ചു പണിയാൻ. എന്നാൽ പിന്നെ എന്ത് സംഭവിച്ചു? അവനത് സമൃദ്ധിയുടെ നടുവിൽ ജീവിതം ആഘോഷിക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ സ്വന്തം ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ദുരന്തത്തിലേക്ക് ആ സമൃദ്ധി അവനെ വീഴ്ത്തി. എന്നാൽ മറ്റൊരു മനുഷ്യനുണ്ട്, പത്രോസ്. ഗലീലിയ തടാകത്തിൽ അവൻ വലയിറക്കുന്നുണ്ട്. അവൻ്റെ പ്രയത്നത്തിന് ഫലം കിട്ടുന്നില്ല. എന്നാൽ ഒടുവിൽ തീരത്ത് വന്ന ക്രിസ്തു പറഞ്ഞ് വീണ്ടും വലയിറക്കാൻ. യേശു വചനം കേട്ട് അവൻ വലയിറക്കിയപ്പോൾ അവൻ്റെ വഞ്ചി നിറയെ മത്സ്യങ്ങളുടെ സമൃദ്ധിയാണ്. അവനും ഐശ്വര്യമുണ്ടായി, സമൃദ്ധിയുണ്ടായി. എന്നാൽ അതിന് മധ്യ അവൻ പറഞ്ഞതെന്താ? ലോർഡ് ഡിപ്പാർട്ട് ഫ്രോം മീ ഫോർ ഐ ആം എ സിൻഫുൾ മാൻ. കർത്താവ് എന്നെ നകന്നു പോയി, ഞാനൊരു പാപിയാണെന്ന്. സമൃദ്ധിയുടെ മധ്യേ ഒരു ഭോഷനായ ധനവാൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയപ്പോൾ പത്രോസ് അത് വീണ്ടെടുത്തു. ലാളിത്യത്തിലേക്ക്, എളിമയിലേക്ക്, കുറ്റബോധത്തിലേക്ക്, മനസ്താപത്തിലേക്ക് അവൻ തിരികെ വന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ട നന്മകൾ വീണ്ടെടുക്കുന്നുണ്ടോ എന്ന് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഓർക്കുക, ജോബ് പൗരസ്ത്യ ദേശത്തെ ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഒരു ദിവസം അവനെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ സമൃദ്ധി എന്താണെന്ന് ജോബിൻ്റെ പുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 7000 ആടുകളുണ്ടായിരുന്നു, 3000 ഒട്ടകങ്ങളുണ്ടായിരുന്നു, 500 ജോഡി കാളകളുണ്ടായിരുന്നു, 500 പെൺകഴുതകളുണ്ടായിരുന്നു, അസംഖ്യം ദാസിദാസന്മാർ. ആ ദേശത്തെ ഏറ്റവും സമ്പന്നനായവൻ. എന്നാൽ ഒരു ദിവസം അവനെല്ലാം നഷ്ടപ്പെട്ടെന്ന് ഓർക്കുക. അവൻ്റെ സമ്പത്ത് നശിക്കപ്പെട്ടു, അവൻ്റെ മക്കൾ കൊല്ലപ്പെട്ടു, അവൻ്റെ ആരോഗ്യം പോലും നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ്റെ സമ്പത്ത് ഇതൊന്നുമല്ലെന്ന് അവൻ തെളിയിച്ചത് ആ വേദനയുടെ മധ്യേ ദൈവമാണ് എല്ലാം തന്നതെന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ടാണ്. ദൈവമായിരുന്നു അവൻ ഏറ്റവും വിലപ്പെട്ടത്. എന്നാൽ അവൻ്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? ദൈവത്തെ ശപിച്ച് ഭരിക്കാൻ. പലപ്പോഴും നാം ഏത് വശത്താണ് നിൽക്കുന്നത്? സമ്പത്തും സമൃദ്ധിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരാണെങ്കിൽ നാം ജീവിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്. എത്രയെത്ര ധനവാന്മാരാ സ്വന്തം ആയുസ്സും ജീവിതവും മുഴുവനും സമ്പത്താർജിക്കാൻ ശേഖരിക്കുവാൻ ത്യജിക്കുന്നു. ഒടുവിൽ അത് കാത്തു സൂക്ഷിക്കുവാൻ ഒരു കാവൽ ഭടനെപ്പോലെ ജീവിക്കുന്നു. എന്നാൽ മരണം പറയുന്നതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഒരു നാളെല്ലാം കൈവിട്ടു പോകും. അതിനാൽ ഐശ്വര്യ സമൃദ്ധിയുടെ മധ്യേ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. നഷ്ടപ്പെടാതിരിക്കാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ ലാളിത്യം, നമ്മുടെ വിശുദ്ധി, എളിമ, പ്രാർത്ഥന ചൈതന്യം. ഓർക്കുകയാണ്, 1-2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആശ്രമത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അയാളുടെ വീട് വെഞ്ചരിക്കാനാണ്. നല്ലൊരു മോഡേൺ കാറിലാണ് വന്നത്. ഒരു സാധാരണ വസ്ത്രം ധരിച്ചൊരാൾ. വിചാരിച്ചു ഡ്രൈവർ മാത്രമായിരിക്കുമെന്ന്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. ആ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ വീടാണ്. 2 നില വീട്, മനോഹരമായ പൂന്തോട്ടം, ആർഭാടം നിറഞ്ഞ സൗകര്യങ്ങൾക്ക് വീട് മുറികളിൽ നിറയെയുണ്ട്. വെഞ്ചരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, എൻ്റെ മറ്റൊരു വണ്ടി കൂടി വെഞ്ചരിക്കണം. കാർ ഷെഡിലേക്ക് ചെന്നപ്പോൾ കണ്ടതൊരു പഴയ സൈക്കിളാണ്. ഉള്ളിൽ ചിരി വന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ വെഞ്ചരിച്ചു തിരികെ വന്ന് കുശലങ്ങൾ ചോദിച്ചപ്പോഴാണ് അയാൾ അതിൻ്റെ പിന്നിൽ രഹസ്യം പറഞ്ഞത്. അയാൾ ഒരു ദാരിദ്ര്യം നിന്ന ജീവിത പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാളാണ്. പത്രം വിറ്റ് തുടങ്ങിയതാണ്. പത്രം വിൽക്കാൻ ഉപയോഗിച്ച സൈക്കിളാണത്. പിന്നീട് എപ്പോഴോ ദൈവം അയാൾ ഒരുപാട് ഉയർത്തി, സമൃദ്ധി കിട്ടി, ധനവാനായി. പത്രം വിറ്റൊരാൾ ഒരു പ്രസ്സിൻ്റെ ഉടമയായിട്ട് മാറി.
പലപ്പോഴും അദ്ദേഹത്തിനുള്ള അഹന്ത രൂപപ്പെടുമ്പോൾ അയാൾ ഈ കാർ ഷെഡിലേക്ക് വരും, ഈ സൈക്കിൾ പതിയെ തുടച്ച് വൃത്തിയാക്കും. അപ്പോൾ അയാൾ ഓർക്കും, ഈ സൈക്കിളിൽ നിന്നാണല്ലോ ഈ AC കാറിലേക്ക് ഞാൻ വളർന്നത്, എല്ലാം തന്നത് ദൈവമല്ലേ. പതിയെ നഷ്ടപ്പെട്ട ആ എളിമയും വിശുദ്ധിയുമൊക്കെ അയാൾക്ക് തിരികെ വരുമെന്ന് അയാൾ എന്നോട് പങ്കുവെച്ചു. ആൾ കോടീശ്വരനാ, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ട്, എന്നിട്ടും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. സമ്പത്തിൽ കുറേയധികം ലാഭം അയാൾ പരോപകാര പ്രവൃത്തികൾക്ക് മാറ്റിവെക്കുന്നുമുണ്ട്. സ്വന്തം മക്കളെപ്പോലും ദുർനടപ്പിൻ്റെ വഴിയിലൂടെ നയിക്കുവാനായി അയാൾ ആഗ്രഹിച്ചിട്ടില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് അവരെ ജീവിതത്തിലേക്ക്, ലാളിത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓർക്കുക, ഈ മനുഷ്യൻ്റെ ലാളിത്യം ആ പഴയ സൈക്കിളിൻ്റെ ഓർമ്മയാണ്. പലപ്പോഴും നമ്മൾ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വരുമ്പോൾ നമ്മുടെ പഴയ കാലം മറന്നു പോകാറില്ലേ? എങ്കിൽ ദുരന്തമാണ്. നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നല്ലൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നാം ഓർക്കാറുണ്ടോ? നമുക്ക് ജ്ഞാനം നൽകിയ ഗുരുഭൂതന്മാരെ നാം നന്ദിയോടെ ഓർക്കാറുണ്ടോ? ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് താങ്ങായി നമ്മുടെ അയൽവാസിയെ ചങ്ങാതി നമ്മൾ ഓർക്കാറുണ്ടോ? പലപ്പോഴും ജീവിതത്തിന് ചുറ്റും സമൃദ്ധിയും ഐശ്വര്യവും ആർഭാടവും വന്നു കഴിയുമ്പോൾ പല നന്മകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഓർക്കുക, ദൈവത്തിന് മുമ്പിൽ സമ്പത്ത് വലിയ ഒരു അംഗീകാരമൊന്നുമല്ല. എത്രയൊക്കെ നേടിയാലും, മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് മഹിമയുണ്ടായാലും, ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒന്നാമതൊന്നുമല്ല. ആ ഭണ്ഡാരത്തിലേക്ക് ധനവാന്മാരുടെ സമ്പത്ത് ദാനം ചെയ്തപ്പോൾ ഒരു വിധവ അവളുടെ 2 ചെമ്പുത്തുണ്ട് സമർപ്പിച്ചപ്പോൾ ദൈവം കണ്ടത് അവളെയാണ് മഹത്വപൂർണ്ണമായ കാര്യം ചെയ്തതായിട്ടും. അപ്പോൾ നാം കൊടുക്കുന്നതല്ല, നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സമ്പത്ത് നമുക്ക് അത്ര വലിയ സുരക്ഷിതത്വം തരുമെന്നൊന്നും വിചാരിക്കരുത്. ഒരു പക്ഷേ നല്ല ബലിഷ്ടമായ മതിൽപ്പെട്ടികൾ പണിയാൻ പറ്റും, വളർത്തുനായ കാവൽക്കാരനായിട്ട് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ രോഗമോ മരണമോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകില്ല. അതും വരും. അത്രയ്ക്കും അപകടം നിറഞ്ഞ ജീവിതം തന്നെയാണ് നമ്മത്. ഒരു തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് വേണം. സമ്പത്തല്ല, ഐശ്വര്യമല്ല, ജീവിത നന്മകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർക്കുക, മറ്റൊരു അനുഭവം. അല്പം സാമ്പത്തിക കെട്ടുറപ്പുണ്ടായിരുന്നൊരു കുടുംബം, 1 ഏക്കറോളം റബ്ബർ തോട്ടമൊക്കെയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഉപകാരം ചെയ്യാനും മാത്രം ആഗ്രഹിച്ചൊരു ഗൃഹസ്ഥനാണ്. ആ ഇടയ്ക്ക് തൊട്ടടുത്തുള്ള അയൽവാസി മരണപ്പെട്ടു. അയാൾക്ക് ഭാര്യ 2 പെൺമക്കളും. ഒരാൾ 10ാം ക്ലാസ്സും മറ്റൊരാൾ 12ാം ക്ലാസ്സിൽ പഠിക്കുക. അവർക്ക് അന്നുള്ള വക പോലുമില്ല. അതോടെ ഇയാളുടെ ഉള്ളിലെ കരുണ വളർന്നു. അവരെങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മനസ്സ് വന്നു. തൻ്റെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം എപ്പോഴും അവർക്ക് കൊടുക്കും. ചന്തസ്ഥലത്ത് പോയി എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഒരു ഭാഗം അവർക്ക് കൊടുക്കും. മക്കൾ നന്നായിട്ട് പഠിക്കും. മൂത്തവൾ പഠിച്ചു, ടീച്ചിങ്ങിന് പോകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അതിനുള്ള കാശും എല്ലാം കൊടുത്തു. ഒടുവിൽ ടീച്ചറാകാൻ അഡ്മിഷന് വേണ്ടിയുള്ള കാശ് പോലും കൊടുത്തത് ഇയാളാണ്. പതി അവളൊരു ജോലിക്കാരിയായപ്പോൾ, അവളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവൾക്കൊരു പുച്ഛം. പരസ്യമായിട്ട് മോളെ എന്ന് ഇയാൾ വിളിക്കുമ്പോൾ പറയും, എന്നെ അങ്ങനെ വിളിക്കേണ്ട, നിങ്ങൾ എൻ്റെ അപ്പനൊന്നുമല്ല. മുഖത്ത് നോക്കി പറയുമ്പോഴും അതിലെന്തോ നേടിയതിൻ്റെ അഹങ്കാരം ആ കുട്ടിക്കുണ്ടായി. വിവാഹാലോചന വന്നു, പലതും നടക്കാതെ വന്നപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു പേരുദോഷമുണ്ടാകുന്നത്. ഇനി ഞങ്ങളുടെ വീട്ടിൽ കാലുകുത്തരുത്. അയാളുടെ അധ്വാനം കൊണ്ടാണ് അവളൊരു ടീച്ചറായത്. സമൃദ്ധിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ പഴയ നന്മകൾ ഓർക്കാൻ മനസ്സില്ല. പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ? ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ മധ്യേ നാം ദൈവത്തെ തള്ളി പറയുന്നു, മനുഷ്യരെ അവഗണിക്കുന്നു, പ്രിയപ്പെട്ടവരെ നിന്ദിക്കുന്നു. ഓർക്കുക, ആ കാൽവരിയിലും വേദനയുടെ മധ്യേ ഇടതുവശത്ത് കിടന്ന കള്ളൻ ലോകത്തിൻ്റെ സമൃദ്ധി മോഹിച്ചു. അതുകൊണ്ട് അവൻ യേശുവിൻ്റെ നന്മ കണ്ടില്ല. ആ ത്യാഗവടിയുടെ രക്ഷണീയമായ വഴി തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവനെ നിന്ദിച്ചുകൊണ്ട് മരിച്ചു. നല്ല കള്ളൻ ലോകത്തിൻ്റെ ഐശ്വര്യമല്ല കണ്ടത്, ക്രിസ്തുവിൻ്റെ ത്യാഗമാണ് കണ്ടത്, പർദീസയുടെ വാതിലാണ് കണ്ടത്. അതുകൊണ്ട് യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ നിത്യരക്ഷ സ്വന്തമാക്കി. ജീവിതത്തിലേക്കൊന്ന് നോക്കുക. സമൃദ്ധിക്കപ്പുറത്ത് യേശു എന്ന രക്ഷകനെ, ഉള്ളിലെ നന്മകളെ പ്രാർത്ഥന ചെയ്തിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ സമൃദ്ധി നമുക്കൊരു പ്രലോഭനമാകില്ല. അതിനപ്പുറം മുന്നോട്ട് പോകാനുള്ള കഴിവ് നമുക്കുണ്ടാകും. താബോർ മലയിൽ
യേശു തൻ്റെ മഹിമയ്ക്കപ്പുറം ഇറങ്ങി വന്ന് മനുഷ്യരുടെ നന്മയിലേക്ക് വന്നതുപോലെ എല്ലാ പ്രതാപങ്ങൾക്കും അപ്പുറം മനുഷ്യരുടെ നന്മയിലേക്ക് കടന്നു വരുവാൻ, അവർക്ക് വേണ്ടി ജീവിതം ഒരു ത്യാഗമാക്കി മാറ്റുവാൻ നമുക്കും കഴിയും. ഓർക്കുക, സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ ഒരു പ്രലോഭനമാണ്. യേശു പറഞ്ഞ ഒരു ഉപമയില്ലേ, യജമാനൻ ഒരു വിരുന്നൊരുക്കിയിട്ട് താൻ ക്ഷണിച്ചവർ വിളിക്കുവാനായിട്ട് ദൂതന്മാരെ വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഒരാൾ പറഞ്ഞു, ഞാനൊരു പുതിയ വയൽ വാങ്ങി. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 2 കാളകളെ വാങ്ങി. മൂന്നാമൻ പറഞ്ഞു, ഞാൻ വിവാഹിതനായി. നോക്കുക, ഈ 3 പേർക്കും സമൃദ്ധിയും ഐശ്വര്യമായിരുന്നു. അതുകൊണ്ട് ഒരാൾക്ക് പുതിയൊരു വയൽ വാങ്ങാൻ പറ്റിയത്, മറ്റൊരാൾക്ക് 2 കാളയെ വാങ്ങാൻ പറ്റിയത്, മറ്റൊരുവന് ജീവിത പങ്കാളിയെ കിട്ടിയത്. എന്നാൽ അവിടെ ഐശ്വര്യം അവർക്ക് ആ യജമാൻ്റെ വിരുന്നിലേക്ക് പോകാനുള്ളൊരു തടസ്സമായിട്ട് മാറി. യജമാനൻ അപ്പോൾ എന്ത് ചെയ്തു? ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരെ വിളിച്ചു, അംഗവൈകല്യമുള്ളവരെ, ദരിദ്രരെ, യാചകരെ. അവരാണ് ഒടുവിൽ ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. ഇതൊരു ദുരന്തമല്ലേ? നാം വിചാരിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നത് സമ്പൽ സമൃദ്ധിയിലാണെന്ന്. തെറ്റാണത്. സമ്പൽ സമൃദ്ധി പോലും ദൈവം ഒരുക്കുന്നൊരു പരീക്ഷണമാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥന ചൈതന്യവും എളിമയും സ്നേഹവുമൊക്കെ അപ്പോഴും ഉണ്ടെന്ന് തെളിയിച്ച ആ പ്രലോഭനത്തെ അതിജീവിക്കണം. ഓർക്കുക, യേശു പറഞ്ഞ മനോഹരമായ ഉപമ ധനവാന്റെയും ലാസറിൻ്റെ ഉപമയാണ്. ധനവാൻ ഒരുപാട് സമൃദ്ധി ഉണ്ടായിരുന്നു. അവൻ വിചാരിച്ചു ദൈവം കൊടുത്ത അനുഗ്രഹമാണെന്ന്. എന്നാൽ അവൻ്റെ കീഴെ ഉണ്ടായിരുന്ന ദരിദ്രനായ ലാസർ വേദനയുടെ നടുവിൽ അവൻ ആഗ്രഹിച്ചു ധനവാൻ്റെ സമൃദ്ധിയിൽ നിന്നും ഒരു പങ്ക് കിട്ടുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. തൻ്റെ സൗഭാഗ്യയുടെ മധ്യ സ്വയം മയങ്ങി ദൈവത്തെ മറന്ന് ഹൃദയ നന്മകൾ നഷ്ടപ്പെടുത്തി അഹന്തയിൽ അവൻ ജീവിച്ചു, മരിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? അവൻ്റെ അഹന്ത, അവൻ്റെ സമ്പദ് സമൃദ്ധിയുടെ തീഷ്ണത ഒടുവിലെത്തിച്ചത് നരകത്തിലാണ്. ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ ആ മുറിവേറ്റ ലാസറാകട്ടെ സ്വർഗത്തിൽ അബ്രഹത്തിൻ്റെ മടിയിൽ. ഇതിനർത്ഥം എന്താ? ഈ ഭൂമിയിലെ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും തേജസ്സുമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതരുത്. അതൊരു പ്രലോഭനവും പരീക്ഷണവുമാണ്. അത് പരോപകാര നന്മയായിട്ട് മാറുന്നില്ല എങ്കിൽ വരാനിരിക്കുന്നത് ആ പരീക്ഷണങ്ങൾ തോറ്റതിൻ്റെ ശിക്ഷയാണ്. ദുഃഖങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും. എങ്കിലും ഭയപ്പെടേണ്ട, ദൈവം ഒരുക്കുന്ന രക്ഷയുടെ വഴി കൂടിയായിരിക്കാം അത്. ഓർക്കുക, യേശുവിൻ്റെ ശിഷ്യന്മാരിലൊരാൾ യൂദാസ്. അവൻ പണകാര്യങ്ങളിൽ താല്പരനായിരുന്നു. എന്നാൽ അവൻ്റെ ഈ പ്രലോഭനമാണ് അവനൊരു ഒറ്റുകാരനാക്കി മാറ്റിയത്. 30 വെള്ളി നാണയത്തിന് യേശുവിനെ അവൻ ഒറ്റിക്കൊടുത്തു. സമ്പത്തിൻ്റെ പിന്നാൽ അമിതമായി പോയി നിത്യരക്ഷകനെ അവൻ അവഗണിച്ചു, നിന്ദിച്ചു, ഒറ്റിക്കൊടുത്തു. ഓർക്കുക, ചിലർക്ക് ദൈവം ഐശ്വര്യം കൊടുക്കും. ഐശ്വര്യത്തിൻ്റെ സമയത്ത് അവ ചെയ്യുന്നതൊക്കെ വിജയമായിട്ട് മാറും. ലോട്ടറി എടുത്താൽ ലക്ഷങ്ങൾ കിട്ടും. ജോലിക്ക് പോയാൽ നല്ലൊരു ജോലി തന്നെ കിട്ടും. എന്തിന് തൊടുന്നതൊക്കെ പൊന്നായിട്ട് മാറും. അതൊരു ഐശ്വര്യത്തിൻ്റെ കാലമാണ്. എന്നാൽ അത് സ്വയം മയങ്ങി നമ്മുടെ നന്മകളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. താവോർ മലയ ഏറ്റവും വലിയ പ്രതീകം. യേശുനാഥൻ്റെ മഹത്വം വെളിപ്പെട്ടത് അവിടെയാണ്. തേജസ് ചുറ്റും നിറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചു. പത്രോസ് ഉൾപ്പെടെ. യേശു ഇറങ്ങി വന്നു. കാരണം അവനൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇതുപോലെ തേജസ് നമ്മുടെ ചുറ്റും വരും. ചെയ്യുന്നതൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറും. പക്ഷേ എന്നേക്കും എല്ലാ കാലത്തും അവിടെ ജീവിക്കാനുള്ളതല്ല. ഹൃദയ നന്മയുള്ളവർ അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായിട്ട് സ്വന്തം സമൃദ്ധി മാറ്റും. ഓർക്കുക, ഇന്ന് ദൈവം നമുക്കൊരു സമൃദ്ധി തന്നിരിക്കുന്നത് അവരെ വീണ്ടെടുക്കാനാണ്. അത് നിത്യതയിൽ നിക്ഷേപമാക്കി മാറ്റാനാണ്. ആ ധനവാൻ ആ അർത്ഥം മനസ്സിലാക്കാതെ തനിക്ക് കിട്ടിയ നന്മകൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റിയപ്പോൾ അന്ത്യം ദുരന്തമായിട്ട് മാറി. ഓർക്കുക, നിങ്ങളൊരു ധനവാനാണെങ്കിൽ നിങ്ങളുടെ കാൽ കീഴെ അനേകം ദരിദ്രനായ ലാസന്മാരുണ്ട്. ഒരുപാട് വേദനിക്കുന്നവരുണ്ട്. അന്നു വേണ്ട വക പോലുമില്ലാത്തവരുണ്ട്. അവരിലേക്ക് കരുണയുടെ കണ്ണെത്തണം. നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്നൊരു പങ്ക് അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി
ദൈവം ഈ ഐശ്വര്യം തന്നത് ആ സ്വർഗം തുറക്കാനുള്ളൊരു താക്കോലായിട്ടാണ്. അത് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ ദൈവം തരുന്നൊരു പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ആ പരീക്ഷണത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് നമ്മുടെ നന്മകളാണ്, നമ്മുടെ കരുണയാണ്, നമ്മുടെ എളിമയാണ്, നമ്മുടെ പ്രാർത്ഥന ചൈതന്യമാണ്. തീർച്ചയായിട്ടും സമ്പത്ത് ദൈവം നമുക്ക് തരുന്നത് പങ്കുവയ്ക്കാനാണ്, പരസ്നേഹ പ്രവൃത്തികൾക്ക് വേണ്ടി കാരണമാക്കാനാണ്. ഇതാ ഏറ്റവും വലിയ തെളിവ്. ക്രിസ്തുനാഥൻ സ്വർഗത്തിൻ്റെ സമൃദ്ധി വിട്ടുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ്റെ കൃപകളൊക്കെ അനുഗ്രഹങ്ങളായി അവൻ മറ്റുള്ളവർക്ക് കൊടുത്തു. കാൽവരി പോലും സ്വന്തം പ്രാണൻ പോലും സമർപ്പിക്കാൻ അവൻ തയ്യാറായി. അതുകൊണ്ട് അവൻ രക്ഷയുടെ അടയാളമായിട്ട് മാറിയത്. കൊടുക്കുമ്പോഴാണ് നമ്മൾ ജീവൻ്റെ അടയാളമായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും തേജസ്സും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് നവീകരിക്കുക, കുറേ കൂടി നന്മയുള്ള കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. സമ്പത്ത് അപ്പോഴാണ് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. ശേഖരിച്ചു വെക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിൻ്റെ അടയാളമായിട്ട് മാറുന്നുവെങ്കിൽ അത് പാപകാരണമാകും. എന്നാൽ സമ്പത്ത് അവർക്ക് നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയുടെ അടയാളമായിട്ട് മാറും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.